വിസയില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളിലെ പൗരന്മാരുടെ പട്ടികയിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കി. 74ഓളം രാജ്യങ്ങൾക്കാണ് വിസയില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകിയിരുന്നത്. ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നാണ് പാകിസ്ഥാൻ പൗരന്മാരെ ചൈന ഒഴിവാക്കിയത്. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു വിസയില്ലാതെ യാത്ര അനുവദിച്ചിരുന്നത്. 30 ദിവസം ചൈനയിൽ ഇത്തരത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് തങ്ങാനും അവസരം ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ഐസൻ ഉണ്ട്. ഐസൻ, എന്ത് കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടാണ് പാകിസ്ഥാനെ ഒടുവിൽ ഔട്ടാക്കുന്നത്? തീർച്ചയായും പാകിസ്ഥാൻ ഔട്ടായത് എന്താണ് കാരണമെന്ന ഔദ്യോഗികമായ വിശദീകരണം വന്നില്ല എങ്കിൽ കൂടി ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഒരു പ്രതിസന്ധിയായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു സാധ്യത മുതലെടുത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഭീകരരായി പ്രഖ്യാപിക്കപ്പെട്ട പലരും എത്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ചൈനയെ ഇത്തരത്തിൽ ഒരു കർശന നടപടിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. 74ഓളം രാജ്യങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ 30 ദിവസം ചൈനയിലേക്ക് വിസ ഇല്ലാതെ എത്തി അവിടെ തങ്ങിയതിനു ശേഷം തിരിച്ചു പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയത്. അത്തരത്തിലുള്ള 74 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പാകിസ്ഥാനെ മാത്രം അടിയന്തരമായി ഒഴിവാക്കി എന്നുള്ളത് ഇത്തരം ഒരു പ്രശ്നം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതായത് ചില ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് അവിടെ പാകിസ്ഥാനിലെ ചിലർ ചൈനയിലെത്താനുള്ള സാധ്യതയുണ്ട്. ചൈനയിൽ നിന്ന് അതിന്റെ ആസൂത്രണം നടത്തുന്നതിനും ഒരു സുരക്ഷിത താവളമാക്കാനും ചൈനയെ മറ്റേതെങ്കിലും രീതിയിൽ, അതായത് 30 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകണമെന്ന നിബന്ധന പാലിക്കാതെ മറ്റേതെങ്കിലും ഒളിയിടങ്ങളിലേക്ക് കടക്കാനും അത്തരത്തിലുള്ള നിരവധിയായ ഭീകര സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ തന്നെയാണ് ചൈനയെ ഈ ഒരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മറ്റ് 73ഓളം രാജ്യങ്ങൾക്ക് നൽകിയ ഈ അനുമതിയിൽ 73 രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ അനുമതി നൽകിയ രാജ്യത്തെ പൗരന്മാർക്ക് നൽകിയ 30 ദിവസത്തെ വിസയില്ലാതെ യാത്ര ചെയ്യാനുള്ള അനുമതിയിൽ തീർത്തും ഒഴിവാക്കുന്നു എന്നുള്ളത് തന്നെ ഏറെ ഗൗരവമായി നിരീക്ഷിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം ഒരുക്കിയത് എങ്കിൽ കൂടി ആ ടൂറിസത്തിന്റെ മറവിൽ രാജ്യത്ത് കടന്നു കയറി അതിക്രമം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ മാത്രമാണ് തടഞ്ഞിരിക്കുന്നത് എന്നൊരു വിശദീകരണം തന്നെ പ്രത്യക്ഷത്തിലല്ലാതെ ലഭ്യമാകുന്നുണ്ട്. തീർച്ചയായും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിനെ നേരത്തെ ചൈന തന്നെ അപലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അത്തരം നിലപാടുകൾ അംഗീകരിക്കില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സൗജന്യ യാത്ര അല്ലെങ്കിൽ വിസ രഹിത യാത്രയുടെ പട്ടികയിൽ നിന്നും പാകിസ്ഥാൻ പൗരന്മാരെ ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ, വിസയില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യാൻ 74 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി ഉണ്ടായിരുന്നു. ഈ പട്ടികയിൽ നിന്ന് ഒടുവിൽ പാകിസ്ഥാൻ പൗരന്മാരെ ഒഴിവാക്കി എന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ചൈനയ്ക്കൊടുവിൽ പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ നടപടി എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഭീകരരോട് മൃദു സമീപനം പുലർത്തുന്ന അല്ലെങ്കിൽ ഭീകരർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഒടുവിൽ ചൈനയ്ക്ക് അനങ്ങേണ്ടി വരുന്നത്. ഐസൻ ജോസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.